പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇപ്പോഴത്തെ ആനുകാലിക സംഭവങ്ങളെപ്പറ്റി ഒന്ന് പറയുകയാണ്. ക്രിസ്ത്യാനികൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന പീഡനങ്ങൾ ഇതിപ്പോൾ ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ്. അപൂർവമായിട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളും അപൂർവമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളൊന്നുമല്ല, അതായി തീർന്നിരിക്കുകയാണ്. മുൻപ് ഒരു 10-20 വർഷം മുൻപാണെങ്കിൽ വല്ലപ്പോഴും വല്ലയിടത്തും ഒറ്റപ്പെട്ടൊരു സാമൂഹ്യ തിന്മ ഇങ്ങനെ അരങ്ങേറുമായിരുന്നു. ഇപ്പോൾ അതല്ല, നിത്യ സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്നത് ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ പ്രദേശങ്ങളിലും അവരുടേതായിട്ടുള്ള അജണ്ടകൾ, ക്രിസ്ത്യാനികൾക്കെതിരായിട്ട്, ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ വേണ്ടി ഭരണരംഗത്ത് അവരവരുടേതായിട്ടുള്ള ആളുകളെ നിയോഗിച്ചിരിക്കുകയാണ്. ഇപ്പോൾ UP-യിൽ പറയുകയാണെങ്കിൽ യോഗി, ഇപ്പോൾ ഇവിടെ ഛത്തീസ്ഗഡിലെ സാഹി, മണിപ്പൂരിലും അതുപോലെ ആളായിരുന്നു അന്ന് മുഖ്യമന്ത്രി. അപ്പോൾ ഇങ്ങനെ അത് പലയിടത്തുമുണ്ട്. ഇപ്പോൾ കർണാടകയിൽ ഇപ്പോൾ അങ്ങനെ, ഗുജറാത്തിൽ അങ്ങനെ, ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ അത് വളരെ ക്രൂരമായിട്ട് വന്നിരിക്കുകയാണ്. അവിടെയൊക്കെ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അവിടുത്തെ മന്ത്രിസഭയെ കൂടി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ്, മറ്റ് മന്ത്രിമാരും കൂടെ ആവശ്യപ്പെട്ടിട്ട് ഇവിടെ ഇപ്പോൾ സംവരണം ഒരു ആനുകൂല്യങ്ങളും ക്രിസ്ത്യാനികൾക്ക് പാടില്ല. മറ്റു ഗോത്രവർഗ്ഗങ്ങളിൽ നിന്നായാലും എവിടെ നിന്നായാലും ഒരു ആനുകൂല്യങ്ങളും ക്രിസ്ത്യാനിയായവർക്ക് ലഭിക്കില്ല. ക്രിസ്തു മതത്തിൽ ചേർന്നവരെന്നല്ല, അതിന് കൂടെ പ്രാർത്ഥിക്കാനും എടുക്കാനും ഒക്കെ നടക്കുന്നവർക്കൊന്നും പറ്റുകയില്ല എന്നാണ്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരെ ഇല്ലാതാക്കും, അതിൻ്റെ ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ പ്രസ്താവിച്ചിരിക്കുന്നതായിട്ട് ഞങ്ങളിത് വാർത്തകളിൽ കണ്ടു. അപ്പോൾ ഇങ്ങനെ ക്രൂരമായ ഒരു പീഡനം ഇവിടെ ഇന്ത്യയിൽ ഒരു മതവിവേചനം നടക്കുകയാണ്. ഭരണഘടനയിൽ മതേതരമെന്നാണ്, പക്ഷേ ഇവിടെ ചെയ്തികൾ മതവിവേചനമാണ്, മതേതരമല്ല. മതവിവേചനം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യയെ മാറ്റുകയാണ്. ഭരണഘടന ഡിസ്മിസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്നാലും ഭരണഘടന അനുസരിച്ചുള്ള ഒരു പരിരക്ഷണവും സംരക്ഷണവും പരിപാലനമൊന്നും ക്രിസ്ത്യാനികൾക്ക് കിട്ടുന്നില്ല. മറ്റ് ന്യൂനപക്ഷ മതങ്ങളെന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളെയും പറയാൻ ഇവർ രണ്ട് കൂട്ടർക്കും ഇല്ല. പിന്നെ സിഖുകാർക്കും ബുദ്ധമതക്കാർക്കും ജൈനമതക്കാർക്കും മാത്രമായിട്ട് അത് ഒതുക്കിയിരിക്കുകയാണ്. അവർക്ക് എങ്ങനെയായാലും അവരെ സംരക്ഷിക്കുമെന്നാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയും പറഞ്ഞത്. അതുപോലാണ് ഇവിടെ ഇപ്പം ഛത്തീസ്ഗഡിലെ കാര്യം പറയുമ്പോഴും അതുപോലാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മണിപ്പൂരിലും കണ്ടതാണ്, പക്ഷേ അതിനേക്കാളും വളരെ വ്യക്തമായിട്ട് ഇവിടെ ഛത്തീസ്ഗഡിൽ കണ്ടു. കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ അവിടെ ഇപ്പം അത് കണക്കാക്കുമ്പോൾ നമ്മൾക്ക് മതം നോക്കിയാണ് എല്ലാ സർവ്വകാര്യങ്ങളും ഇപ്പോൾ തീരുമാനിക്കുന്നത്. സർക്കാർ തലം തൊട്ട് അത് മന്ത്രിസഭ മുതൽ ഭരണാധികാരികൾ താഴോട്ടുള്ള എല്ലാവരും തന്നെ പോലീസ് സ്റ്റേഷൻ വരെ തീരുമാനിക്കുന്നത് മതം നോക്കിയാണ്. ക്രിസ്ത്യാനിയാണോ അവർക്ക് ന്യായമില്ല, അവർക്ക് നീതിയുമില്ല, ന്യായവും ഒന്നും കിട്ടത്തില്ല. അവർ ചെയ്യുന്ന അനീതി, അവർ ജീവിക്കുന്നത് തന്നെ അന്യായം. ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക്, മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ഇവിടെ അവരുടെ മതത്തെ പരിപാലിച്ച് അത് നോക്കി സംരക്ഷിച്ച് അവർക്കത് ജീവിക്കാൻ, അത് അനുസരിച്ച് നടക്കാനും ജീവിക്കാനും അവർക്ക് പറ്റുകയില്ല. മതത്തിൻ്റെ ആരാധന നടത്താൻ പറ്റുകയില്ല എന്നുള്ളൊരവസ്ഥയാണ് ഇവിടെ ഭരണതലം തൊട്ട് ഇനി പോലീസ് സ്റ്റേഷൻ വരെ. അപ്പോൾ സാധാരണ എന്തെങ്കിലും അവർക്ക് വേണ്ടി വന്ന എന്ത് അക്രമവും അവരുടെ നേരെ ചെയ്തിട്ട് അത് റിപ്പോർട്ട് ചോദിക്കുന്നത് പോലീസ് സ്റ്റേഷനിലോട്ടാണല്ലോ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള റിപ്പോർട്ട്. അപ്പോൾ പോലീസുകാർ ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് കണ്ടു, അവർ ഇല്ലാത്ത കേസുകൾ ഒരു വകുപ്പുകളൊക്കെ എഴുതി ചേർത്തു, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വ്യാജമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി ചേർത്തു.
അത് റിപ്പോർട്ട് വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലും അവർ വായിച്ചില്ല, തല്ലുകയാണ് ചെയ്തത് ആ പെൺകുട്ടികളെ, 18 വയസ്സിന് മുകളിലോട്ടുള്ള പ്രായപൂർത്തിയായവരെ. ഇനി ഒന്ന് മനസ്സിലാക്കേണ്ടുന്നത്, ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നത് നിർബന്ധിത മതപരിവർത്തനം നിരോധിച്ചിട്ടുള്ള സംസ്ഥാനമാണ് ഇത് ഛത്തീസ്ഗഡ് എന്ന്. ആരാണ് നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നത്? നിർബന്ധിതം എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയോ എന്തെങ്കിലും അവർക്ക് വേണ്ടതൊക്കെ കൊടുത്ത് ഇങ്ങനെ നിന്നാൽ നിങ്ങൾ അങ്ങനെ ഞങ്ങൾ നോക്കിക്കൊള്ളാം, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ചെയ്യിക്കുക, അല്ലെങ്കിൽ നിങ്ങളതിൻ്റെ ഫലം അനുഭവിക്കും എന്നുള്ള രീതിയിൽ ഉള്ളതാണ് ഭീഷണി എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരെയാണ് അത് നിരോധിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്തത് ഇവിടെ ഈ അവർ ഹിന്ദു മതക്കാരൊന്നുമല്ല. എന്തുവാ ഹനുമാൻ സേവയും ശ്രീരാമൻ സേവയും പിന്നെ സേനകളും ഹനുമാൻ സേനക്കാരും ബജ്രംഗ് ദളും ഹിന്ദു പരിഷത്തിൻ്റെ ഒരു പോഷക സംഘടനയാണെന്ന് തോന്നും. അപ്പം അവരൊന്നും ഹിന്ദു മതത്തിൻ്റെ ആളുകളല്ല. ഹിന്ദു മതത്തിൻ്റെ ആളുകൾ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. കാരണം അവർ മതം പഠിച്ചാൽ, ഞാൻ മുൻപും രണ്ട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുക്കൾ അവരുടെ മതം ശരിയായിട്ട് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ അവർ ഇങ്ങനെയുള്ള തോന്നിയാസങ്ങൾക്ക് പോവുകയില്ല. ഇപ്പോൾ നാണവും ഇല്ലാത്ത, ഒരു ലജ്ജയില്ല, എന്ത് ഹീനതയും ഹീനകൃത്യങ്ങളും നീചത്വങ്ങളും ചെയ്യുന്നതിന് ഒരു ലജ്ജയും ഇല്ലാതെ ചെയ്യുന്നത് ഒരു ഹിന്ദുവിന് അത് പറ്റുകയില്ല, അവൻ ഹിന്ദുവാണെങ്കിൽ. അപ്പോൾ ഇതിനെ ഹിന്ദുമതത്തിൻ്റെ ആ സത്തയെ ഇവർ വളച്ചൊടിച്ച് അവർക്ക് സാധകമായ രീതിയിൽ അവർ അതിനെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വഴിയല്ല പഠിപ്പിക്കുന്നത്, യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളല്ല, അതിനെ ഡീവിയേറ്റ് ചെയ്ത് അതിനെ വഴിതിരിച്ച് വിട്ട് ഈ ഒരു കൂട്ടർക്ക് ജീവിക്കാൻ പറ്റുന്ന വിധത്തിൽ ബാക്കിയുള്ള താഴേക്കിടയിലുള്ളവരെ അവർ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അത് വിഷം കുത്തിവെച്ച് മറ്റുള്ളവരുടെ വിരോധമുണ്ടാക്കി ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മുൻകാലങ്ങളെ നോക്കുമ്പോൾ ഇവിടെ മറ്റു മതങ്ങളും ഇവിടെ സ്വീകാര്യമായിരുന്നു ഭരണാധികാരികൾക്കെല്ലാം. അപ്പോൾ അവിടെ കാരണം ക്രിസ്തു മതം ഇന്ന് വരെ ലോകത്തിൽ ഒരിടത്തും ആരംഭം മുതൽ പരിശോധിച്ചാൽ അവർ ജീവിക്കുന്ന ദേശത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭരണഘടനകൾ നിയമങ്ങളൊന്നും പാലിക്കാതിരുന്നിട്ടില്ല, അതിനെ എതിർത്തിട്ടില്ല. ദൈവ നിയമങ്ങൾ മാത്രം അവർ പാലിക്കുന്നു, അതിനെ ബാധിക്കാത്ത വിധത്തിൽ ബാക്കിയുള്ളതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രാജ്യദ്രോഹം അവർ ചെയ്തിട്ടില്ല. ഏത് ദേശത്ത് ജീവിക്കുന്നുവോ ആ രാജ്യത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ക്രിസ്ത്യാനികൾ ഇന്നും എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്, ഇവിടെയും നമ്മുടെ രാജ്യത്തും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇന്ന് ക്രിസ്ത്യാനികളെ, പ്രത്യേകിച്ച് ഞങ്ങളെ കത്തോലിക്കർ എന്ന് പറയുമ്പോൾ ഞാൻ കത്തോലിക്ക വിഭാഗമാണ്. അപ്പോൾ ഞങ്ങളുടെ ദിവ്യബലി ദിവസവും ഉണ്ട്. ഈ ദിവ്യബലിയിൽ ഞായറാഴ്ച മാത്രമല്ലല്ലോ ഒരു വൈദികൻ കത്തോലിക്ക സഭയിൽ ദിവസവും ദിവ്യബലി അർപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഇത് പ്രാർത്ഥിക്കുന്നത്, ദിവ്യബലി അർപ്പിക്കുന്നതിൻ്റെ നിയോഗം വയ്ക്കുന്നത് ഈ രാജ്യത്തിന് വേണ്ടി, ഈ ഭരണാധികാരികൾക്ക് വേണ്ടി, ഇവിടെയുള്ള നാനാജാതി മതസ്ഥരായ ജനതകൾക്ക് വേണ്ടി, ഭരണാധികാരികൾക്ക് മാർഗഭ്രംശം സംഭവിക്കാതിരിക്കാൻ വേണ്ടി, ജനങ്ങളെ നേരായ വഴിക്ക് നയിക്കുന്നതിന് വേണ്ടി. ഇതൊക്കെയാണ് നിയോഗം, ഒരു ദോഷം ചെയ്യുന്നതിനല്ല, ആർക്കും ഇതില്ല. ഇതിൽ കൂടുതൽ ആരാ ചെയ്യുന്നത്? ഈ പറയുന്നവർ ചെയ്യുന്നുണ്ടോ? ഇന്നിപ്പോൾ ഇവിടെ ഈ സിസ്റ്റേഴ്സിനെയും ബഹുമാനപ്പെട്ട കന്യാസ്ത്രീകളെയും ശിക്ഷിച്ചവർ, അവരെ യാതൊരുവിധ കാര്യങ്ങളുമില്ല, അവരെ ദേഹോപദ്രവം ഏൽപ്പിച്ച് ആ പെൺകുട്ടികളെ, അവരുടെ സഹോദരനെ ദേഹോപദ്രവം ചെയ്യുന്ന ജ്യോതി ശർമ്മ, ആ സ്ത്രീയെ യാതൊരു സങ്കോചവും ഇല്ലാതെ അവരെ അടിക്കുകയും ഉപദ്രവിക്കുകയും പോലീസുകാരതിന് ഒത്താശ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ TTR ആണ് കുറ്റക്കാരൻ, യഥാർത്ഥ കുറ്റക്കാരൻ TTR. ഒരു കാര്യമില്ല, അവരെ വിളിച്ചു വരുത്തി. അവിടുന്ന് 2 പെൺകുട്ടികളും അവരുടെ ആളുടെ സഹോദരനും അവിടെ ഇറങ്ങുമ്പോൾ ഇത്ര ദൂരെ നിന്നാണ് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഈ മിഷണറിമാർ ഈ സിസ്റ്റേഴ്സിനെ കണ്ടു, അവരെ തേടി പിടിച്ചു. അവരാദ്യം പുതിയൊരു സ്ഥലത്ത് വലിയൊരു അവർ ജീവിച്ചിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഒരു സ്ഥലം, ഇത്രയും
ഇപ്പോൾ ആധുനിക രീതിയിലുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ, റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോൾ അവർ അമ്പരന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയാണ് കാണാനായിരുന്നു ആരെങ്കിലും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് കണ്ട് തെറ്റിദ്ധരിച്ച് ചെയ്തെന്നാണ് വാർത്തകളിൽ കാണാൻ കഴിഞ്ഞത്. TTR ഉടനെ വിളിച്ചത് ആരെയാണ്? ഒന്നിൽ പോലീസ് വിളിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കണം, അല്ലെങ്കിൽ അയാൾ ചോദ്യം ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ ഈ ഭീകരപ്രവർത്തകരെയാണ് വിളിച്ചത്, ഭീകരസേനകളെ, അതായത് ബജറംഗ് ദളിലെ ആളുകളെയാണ് വിളിച്ചത്. അപ്പോൾ അപ്പോഴതിൻ്റെ അർത്ഥം എന്താ? ഇവരെല്ലാവർക്കും ഒരു ഹിഡൻ അജണ്ട നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇവരെയൊക്കെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കേണ്ടുന്നത്, ദ്രോഹിക്കേണ്ടുന്നത്, അവർക്കെതിരെ എങ്ങനെയൊക്കെ കുറ്റാരോപണങ്ങൾ ചെയ്യാം എന്നതൊക്കെ നേരത്തെ ഇവർക്കെല്ലാം അധികാര തലത്തിലുള്ള പോലീസ് സ്റ്റേഷൻ വരെ, ഏറ്റവും താഴെക്കിടയിൽ വരെ ഇവർ നേരത്തെ ക്ലാസ് കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയും കൂടെയാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്, ഇതിൻ്റെ അധ്യക്ഷനെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം പറഞ്ഞതുമൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണു അടച്ചങ്ങ് പച്ചക്കള്ളം വ്യാജം പറയാൻ യാതൊരു മടിയില്ലാത്ത ഹീനൻ ആയ ഒരു മനുഷ്യനാണ് മുഖ്യമന്ത്രിയായിട്ട് ഒരു സംസ്ഥാനം ഭരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ മണിപ്പൂരിൽ കണ്ടതാണ്. അതുപോലെ തന്നെയാണ്, അതിനേക്കാളും കുറച്ചുകൂടെ ഹീനമായിട്ടാണ്, വ്യക്തമായിട്ട് ഇവിടെ ഹീനപ്രവർത്തികൾ, നീചപ്രവർത്തികൾ പറയുന്നു. അപ്പോൾ അത് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ഇവരിങ്ങനെ വന്നപ്പോൾ, എന്നിട്ട് ഇവിടെ വന്ന് ഇവരെ ഓടി വന്ന് ഈ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ അടിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. കന്യാസ്ത്രീകളെ മുഴുത്ത തെറിയാണ് പറയുന്നതെന്ന് പറഞ്ഞു. അതെല്ലാം പറയുന്നത് ഇവരെ ആരാ അതും കൊടുത്തേ. അപ്പോൾ പറയുന്നത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തോ എന്ന് ഈ സിസ്റ്റേഴ്സും അവരുമൊക്കെ പ്ലാറ്റ്ഫോം ടിക്കറ്റും ഉണ്ട്, സർവ്വതും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ബജറംഗ് ദളുകാർ ഈ ശർമ്മയും ജ്യോതി ശർമ്മയും പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തോ? അവിടെ 100-ൽ ചില്ലുവാനും ബജറംഗ് ദൾ പ്രവർത്തകർ അവിടെ കൂടി. അവർക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉണ്ടോ? ഇവരെ അനുവദിച്ചു അതിന്? ഇവിടെ അവരുടെ പേരിൽ എന്തെങ്കിലും ആക്ഷൻ എടുത്തിട്ടുണ്ടോ? ഒന്നുമില്ല. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ അവർക്ക് ഒരു കൂട്ടർക്ക് എന്ത് ഭീകരപ്രവർത്തനവും നടത്താം. അത് ഹിന്ദുക്കളാണെങ്കിൽ അത് നന്മയാണ്, അതിന് ഒരു കുഴപ്പവുമില്ല. അതേപോലെ ഇസ്ലാം മതം, ഇപ്പം നമ്മൾ പഹൽഗാം ആക്രമണം ഉണ്ടായി, അവിടെ മതം നോക്കിയാണ് അവരെ കൊന്നത്. ഇസ്ലാം, മുസൽമാൻ എല്ലാവരും, ഇന്ത്യയിൽ ജീവിക്കുന്നവരെല്ലാവരും അവരെ അപലപിച്ചു. അതിനെ ഹീനപ്രവൃത്തിയെ, നീചപ്രവൃത്തിയായിട്ട് അവർ അതിനെ പ്രഖ്യാപിച്ചു, അതിനെ അപലപിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്യുന്നതിനെ ആരും അനുകൂലിക്കത്തില്ല. രാജ്യദ്രോഹം ചെയ്യുന്നതിന്, ജനദ്രോഹം ചെയ്യുന്നതിന്. അപ്പോൾ അതുപോലെ ക്രിസ്ത്യാനികൾ അതുപോലെ തന്നെയാണ്. അതിനേക്കാളും ഇരട്ടി ഒരു പടി മുന്നിലാണ്. ഒരിക്കലും അവരതിനെ അനുവദിക്കത്തില്ല. നിയമപാലകർ, നിയമസംരക്ഷകർ, ഭരണാധികാരികൾ, ദേശാധികാരികൾ, അധിപതികൾ, അവർക്കെല്ലാം അനുകൂലമായിട്ട് നിൽക്കത്തുള്ളൂ. അവർക്കൊരിക്കലും നന്മയ്ക്ക് വേണ്ടിയാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ഒരു ദിവസം പലവട്ടം ഞങ്ങളുടെ പ്രാർത്ഥനകളിലെല്ലാം ഇതെല്ലാം ഓർത്താണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്ന തിന്മ എന്താണ്? ക്രിസ്ത്യാനികൾ ഇതാണോ കുഴപ്പം? ഇനി അവർ ചെയ്യുന്നത്, ഞാനിവിടെ പറയുമ്പോൾ ഇനി ഒന്നുണ്ട്. അപ്പോൾ പഹൽഗാം ആക്രമണത്തിൽ പേര് മതമൊക്കെ നോക്കിയാണ് ആക്രമിച്ചത്. ഇവരും ഇവിടെ ചെയ്തത് അത് തന്നെയല്ലേ? അപ്പോൾ രണ്ടുപേരും ചെയ്ത ഒരേ കുറ്റം. മറ്റൊരു ഭീകരരാണ്, രാഷ്ട്രത്തിനെതിരായിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് തക്കതായ ശിക്ഷയ്ക്ക് എല്ലാവരും അനുകൂലിച്ചു. എല്ലാവരും നിന്ന്, രാഷ്ട്രത്തിന്, ദേശത്തിനെതിരായിട്ട് നിന്നവർക്ക് അത് ചെയ്യണം. അപ്പോൾ ഇവർ രാഷ്ട്രത്തിന് എതിരായിട്ട് പ്രത്യക്ഷമായിട്ട് ചെയ്തില്ല, പരോക്ഷമായിട്ട് രാഷ്ട്രത്തിനെതിരാണ്. ഇത് വിദേശ രാജ്യങ്ങളിലും എല്ലായിടത്തും അറിയുമ്പോൾ അവരെല്ലാവരും ഇന്ത്യയെ ദ്രോഹികളായിട്ട് ഇവിടെ കണക്കാക്കുകയാണ്, ആ ലിസ്റ്റിൽപ്പെടുത്തുകയാണ്. ഈ ക്രിസ്ത്യൻ മതപീഡനം നടത്തുന്ന ലോകരാജ്യങ്ങളിൽ എനിക്ക് തോന്നുന്നു 7ാമത്തെ സ്ഥാനമാണെന്ന് തോന്നും. അപ്പോൾ ഭാരതത്തിന് ഇവരിപ്പോൾ ആക്കി തീർത്ത ഇപ്പോഴത്തെ നില അനുസരിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതിനു മുൻപ് അങ്ങനെ ഇല്ലായിരുന്നു. അങ്ങനെ ക്രിസ്തീയ പീഡനങ്ങൾ കുറവായിരുന്നു. അങ്ങനെ ഒരു നോട്ടിഫൈ ചെയ്യേണ്ടുന്ന കാര്യമായിട്ട് അതിനെ കണ്ടിരുന്നില്ല, ലോകരാജ്യങ്ങൾ കണ്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന രാജ്യങ്ങളിൽ 7ാം സ്ഥാനമാണ് ഭാരതത്തിനുള്ളത്. അപ്പോൾ ഇതാരാ വരുത്തി വെച്ചേ? അപ്പോൾ രാജ്യദ്രോഹം ചെയ്യുന്നത് ഈ കൂട്ടർ തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. ഇതിപ്പോൾ ആസാമിൽ ഹനുമാൻ സേവക്കാർ, പിന്നെ ആന്ധ്രയിൽ ഹനുമാൻ സേവക്കാർ, ഇവിടെ ബജറംഗ് ദളുകാർ എല്ലാം ഇവിടെ ഒറീസയിലും എല്ലായിടത്തും നടന്നു. ഇനിയിപ്പോൾ ഒറീസയിലെ കാര്യം പറയുമ്പോഴാണ് ഓർമ്മിക്കുന്നത് നമ്മുടെ ഗ്രഹാം സ്റ്റെയിൻസും അവരുടെ മക്കളെയും ചുട്ടുകൊന്ന
പ്രവർത്തകരെ. ആ ചുട്ടുകൊന്ന പ്രവർത്തകർ ഏത് സംഘടനക്കാരായിരുന്നു? രാജ്യദ്രോഹമല്ലേ? ജനദ്രോഹം. ഇവിടുത്തെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നവരെ ഉപദ്രവിക്കുന്നത്, അവരെ ദ്രോഹിക്കുന്നത്, കൊല്ലുന്നത് രാജ്യദ്രോഹമാണ്, ദേശദ്രോഹമാണ്. അവരെ ശിക്ഷിക്കാൻ വലിയ മടിയാണ്, അറസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഈ ബജ്രംഗദളുകാരെ അറസ്റ്റ് ചെയ്തു. ആരെ അറസ്റ്റ് ചെയ്തോ? ഈ ജ്യോതി ശർമ്മ ഇപ്പോഴും പറയുന്നത്, ഞാൻ ക്രിസ്ത്യാനികളെ, അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും കണ്ടാൽ, കന്യാസ്ത്രീകളെയും കണ്ടാൽ ഞാൻ അടിക്കും. ഈ സ്ത്രീയാണെന്ന് തോന്നുന്നു, ജബൽപൂരിലാണെന്ന് തോന്നുന്നു, ഒന്ന് കഴിഞ്ഞ എപ്പോഴാണ് 4 മാസം മുൻപ് മധ്യപ്രദേശിൽ നടന്ന ആക്രമണം. 400 ഇതുപോലുള്ള ഭീകര സംഘടനകൾ അങ്ങോട്ട് ചേർന്ന് അവർ ഹിന്ദുക്കളാണെന്ന് പറയുന്നു. അവർ പറയുന്നേ ഉള്ളൂ. അവർ മതം നോക്കിയാൽ ഹിന്ദുക്കളല്ല. ഹിന്ദുക്കളാണെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല. അവരുടെ ഹിന്ദു മതത്തിൽ ഇങ്ങനെ ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ചെയ്യത്തില്ല. അവർ ഓടി വന്ന് അവരവിടെ എല്ലാം ആക്രമിച്ച് 400 പേര് ചേർന്ന് ആ ഒരു ദൈവാലയത്തിൽ അവിടുത്തെ തിരുനാൾ നടക്കുമ്പോൾ മറ്റ് ദൂരെ സമീപത്തുമൊക്കെ ഉള്ള ദൈവാലയങ്ങളിൽ നിന്ന്, അതിപ്പോഴും നടക്കുന്നതാണ്, ഞങ്ങളുടെ ദൈവാലയങ്ങളൊക്കെ ആളുകൾ കൂടും. അപ്പോൾ എല്ലാവരെയും വിളിച്ചു വരും, അങ്ങോട്ട് സഹോദര സ്ഥാപനങ്ങൾ, ഇടവകൾ, ആരാധനാലയങ്ങൾ അവിടുന്ന് വരും. അപ്പോൾ അങ്ങനെ വന്ന് അവരെ കണ്ടുകൊണ്ട് അവർ മതപരിവർത്തനം നടത്താൻ ആളെ കൂട്ടിയിരിക്കുന്ന കൊണ്ട് 400 പേര് ചേർന്നില്ല, പത്തലും കുറുവടിയും എല്ലാമായിട്ടൊക്കെ ഇരുമ്പ് വടികളും എല്ലാം കൊണ്ട് എല്ലാവരെയും അടിച്ച് പരിശാക്കി അവർ വിട്ടു, നിലം പരിശാക്കി വിട്ടു. എന്നിട്ട് കേസ് ആരുടെയില്ല. ഇതൊക്കെ സഹിച്ചവരുടെ പേരിൽ കേസ്, ചെയ്തവരുടെ പേരിൽ കേസില്ല. ഞാൻ അത് വീഡിയോയിൽ കണ്ടു, അത് ടി വി തന്നെ കണ്ടു. ഈ ഒരു സ്ത്രീയെ, ഒരു അച്ഛന് നീളം കൂടുതലായിരുന്നു ഇവരെക്കാളും, കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഒരു 1.5 അടി നീളം കൂടുതലുണ്ട്. അതുകൊണ്ട് ഇവർക്ക് എത്താഞ്ഞിട്ട് ഇടിക്കാൻ ചാടി ചെന്ന് ഇടിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ. പോലീസുകാർ അവരെ പിന്മാറ്റുന്നില്ല, അവരെ പിന്തിരിപ്പിക്കാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവർക്കിവിടെ സംരക്ഷണമാണ് അവർക്ക്, കാരണം ഭയന്നായിരിക്കണം. ഒരു പക്ഷേ എനിക്ക് കണ്ടപ്പോൾ തോന്നി അവർ ഭയന്ന് ഇവരെ ഉപദ്രവിക്കുമെന്നുള്ള ഭയന്നാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയൊന്നുള്ള ഭയത്തിലല്ല. ഇവിടെ പോലീസുകാരും കൂടെ ചേർന്ന് സപ്പോർട്ട് ചെയ്ത് മറ്റവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കുകയായിരുന്നു ഇവിടെ ചെയ്തത്. അപ്പോൾ ഇവിടെ കേസെടുക്കേണ്ടത് ആരുടെ പേരിലാണ്? ഇവരെ ഇവിടെ തുറുങ്കിലടയ്ക്കേണ്ടത്, ജയിലിലടയ്ക്കേണ്ടത് ജ്യോതി ശർമ്മ, അവിടെ കൂടിയ പ്രവർത്തകർ, പോലീസ്, TTR ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അപ്പോൾ ഇവരെയും കൂടാണ്. അപ്പോൾ മുഖ്യമന്ത്രി അതിനകത്ത് വരും. ഒരു സംസ്ഥാനത്തിൻ്റെ അധിപനായതുകൊണ്ട്, ഭരണാധികാരി ആയതുകൊണ്ട്, ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അത് ഇപ്പോൾ അങ്ങനെയാണ് തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിയമം എല്ലാവർക്കും ഒരുപോലല്ലേ. ഭരണാധികാരത്തിയായിട്ട് ഇരിക്കുന്ന ആൾക്ക് എന്ത് തോന്നിവാസവും എന്ത് കൊള്ളരുതാഴിയും കാണിക്കാമെന്നാണ് ഇന്ത്യൻ നിയമമെന്ന് എവിടെ പറഞ്ഞിട്ടുള്ളത്? എവിടെ ഉണ്ട്? അവർക്ക് എന്തും കാണിക്കാമെന്ന് ഒന്നുമില്ല. അപ്പോൾ ഇത് അനുഭവിക്കുന്നവരുടെ പേരിലാണ് കുറ്റാരോപണം നടത്തി അവരെ തുറുങ്കിലടയ്ക്കുക. ഇത് എന്ത് ന്യായമാണ്? എവിടുത്തെയാണ് ഇത്? നീതിയാണോ? അവർക്ക് നീതി കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ കൂട്ടരെയൊക്കെ ശിക്ഷിക്കണം, അവരെ ജയിലിലടയ്ക്കണം. അപ്പോഴാണ് ഈ കന്യാസ്ത്രീകൾക്ക് നീതി കിട്ടുന്നത്, ആ കുട്ടികൾക്ക് നീതി കിട്ടുന്നത്. ഇനി 1300ഓളം കിലോമീറ്റർ ദൂരെ അവരെ ജോലിക്ക് കൊണ്ടുപോയെന്ന് പറയുന്നു. എന്നാൽ നിങ്ങൾക്ക് അവർക്ക് അവിടെ എന്താ അവരുടെ വീട്ടിനടുത്ത് ജോലി കൊടുത്തുകൂടാത്തെ? അവരെ അടുത്ത് കയറ്റത്തില്ല, അയിത്തമുണ്ട്. അവർ ഗോത്രവർഗ്ഗക്കാരാണ്. ഗോത്രവർഗ്ഗക്കാർക്ക് നിയമം, ഹിന്ദുക്കളെ മതം മാറ്റിയെന്ന് ആരാ പറഞ്ഞത്? അവർക്ക് ഹിന്ദു അല്ലല്ലോ, ഗോത്രമതക്കാർ. അപ്പോൾ അവർ അവിടെ പ്രകൃതിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു ശക്തി അല്ലെങ്കിൽ അവരുടെ സ്ഥലത്ത് കാണുന്നതിനെ ആരാധിക്കുക. അത് ഹിന്ദു മതമായിട്ട് ബന്ധമുള്ളതല്ല. ഇപ്പോഴും അങ്ങനെയാണ്, പണ്ടും അങ്ങനെയാണ്. ഹിന്ദു മതമായിട്ട് ഒരു മതമായിട്ട് രൂപപ്പെട്ടിട്ട് ഏതാണ്ട് എനിക്ക് 300 വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഈ സ്വാമി വിവേകാനന്ദജിയുടെ കാലത്ത് പോലും അത് വ്യാപകമായിട്ട് ആയിട്ടില്ല. അങ്ങനെയുള്ള ഒരു മതത്തെ നന്നാക്കി നേരെയാക്കി എടുത്ത് മറ്റ് ക്രിസ്ത്യൻ മതത്തെ പോലെ തന്നെ ഒരു അടിസ്ഥാനമുള്ള മതമാക്കി മാറ്റാൻ അദ്ദേഹം പരിശ്രമിക്കുകയായിരുന്നു. ആ ഉദ്ദേശത്തിലാണ് അദ്ദേഹം വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ചത്. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ വിദേശ രാജ്യങ്ങൾ, യൂറോപ്പും അമേരിക്കയൊക്കെ സഞ്ചരിച്ച് അവിടുത്തെ വൈദികർ ജീവിക്കുന്നത്, മഠങ്ങളിൽ അവർ ചെയ്യുന്ന സേവനം, അവരുടെ ജീവിതം ഇതെല്ലാം കണ്ട് അതുപോലെയുള്ള ആശ്രമങ്ങളും മഠങ്ങളും ഒക്കെ ഇവിടെയും സ്ഥാപിച്ച് ഹിന്ദുമതത്തെ നവീകരിച്ച് ഒരു ആത്മീയ വെളിച്ചത്തിലേക്ക് അവരെ കൊണ്ടുവരണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. പക്ഷേ അദ്ദേഹത്തിന് സാധിച്ചില്ല. ചെറുതായിട്ട് രണ്ടാംകുഞ്ഞൊക്കെ സ്ഥാപിച്ചില്ലെന്ന് പറയാം. എനിക്കറിയാതൊക്കെ, ഞാൻ പോയിട്ടുള്ളതും ഞാനും അവിടെയൊക്കെ കണ്ടിട്ടുള്ളതാണ്, പോയിട്ടുള്ളതാണ്. അപ്പോൾ ഹിന്ദുമതം എന്താണെന്ന് സ്വാമി വിവേകാനന്ദജിയുടെ വിവേകാനന്ദ സാഹിത്യ സർവസ്വം പുസ്തകം ഒരാവർത്തി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത് ചെയ്യത്തില്ല.
അത് മനസ്സിലാകും. ഞാൻ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം ഒരിക്കലും ഈ ക്രിസ്ത്യാനികളെ ക്രിസ്തു മത മിഷണറിമാരെയോ സന്യാസിനികളെയോ അതായത് സന്യാസരെ ആരെയും അവമാനം പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആദരവോടെയാണ് സംസാരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് മതം പഠിക്കാത്ത ഇവർ നിങ്ങൾ ഹിന്ദു മതമാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ ഗോത്രവർഗ്ഗക്കാർക്ക് മതമില്ല. അവർ വർഷങ്ങൾക്ക് മുൻപേ അവരുടെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളായവരാണ്. ആ ക്രിസ്ത്യാനികളായവരുടെ ക്രിസ്ത്യാനിയായ മക്കളാണ്. അല്ലെങ്കിൽ തന്നെ 18-19 വയസ്സിന് മുകളിലോട്ടുള്ള അവർക്കൊക്കെ സ്വന്തം ഇഷ്ടമുള്ള മതം സ്വീകരിക്കാമല്ലോ. പിന്നെ എവിടെയാണ് മതം മാറ്റം നടന്നത്? നീ ഒന്ന് ഭരണഘടന എന്ത് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്? മതേതര രാഷ്ട്രം. അവരവർക്ക് ഇഷ്ടമുള്ള മതം, അവർക്ക് ശരിയെന്ന് തോന്നുന്ന മതത്തിൽ നിന്നുകൊണ്ട് അത് പ്രചരിപ്പിക്കുകയും അത് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും അത് വിശ്വസിക്കാൻ മറ്റുള്ളവരോട് പറയുകയും ചെയ്യാം. പറയാം, അല്ല നിർബന്ധിക്കുകയല്ല. അതിലെന്താണ് തെറ്റ്? അതിലും ഭരണഘടന നിങ്ങൾ ഡിസ്മിസ് ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോഴത്തെ സെൻട്രൽ ഗവൺമെൻറ് ഡിസ്മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒന്ന് കാണിക്കും, അങ്ങനെ ഒന്ന് ചെയ്യും, അപ്പോഴറിയാം. ഡിസ്മിസ് ചെയ്തിട്ടില്ല. പിന്നെ എവിടെ ഇവരുടെ കുറ്റം? ഇപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും അധികാരമുണ്ട് പറയാനും പ്രചരിപ്പിക്കാനും വിശ്വസിക്കാനും ആരാധിക്കാനും യഥേഷ്ടം. അത് മറ്റുള്ള ജനതകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ അങ്ങനെയുള്ള ഞങ്ങൾക്ക് ആരാധനാലയങ്ങളുണ്ട്. ക്രിസ്ത്യാനികൾക്ക് ആരാധനാലയങ്ങളുണ്ട്. അവിടെ വെച്ചേ അത് ആരാധിക്കത്തുള്ളൂ. അവിടെ വെച്ചേ ആരാധനകൾ അല്ലെങ്കിൽ അവരുടെ ഭവനങ്ങളിലും നടക്കത്തുള്ളൂ. അല്ലാതെ പൊതുസ്ഥലത്ത് ഒരിക്കലും നടത്തത്തില്ല. പിന്നെ അവർ സുവിശേഷ പ്രസംഗം പൊതുസ്ഥലത്ത് നടത്തും. അതെല്ലാവരുടെയും അനുവാദം വാങ്ങിച്ചാണ് ചെയ്യുന്നത്, അല്ലാതെ ചെയ്യുന്നില്ല. അധികാരികളുടെ അനുവാദം വാങ്ങിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ അധികാരമൊക്കെ വാങ്ങിച്ചാണ് ചെയ്യുന്നത്. അല്ലാതെ ചെറിയ ഒരു യോഗകൾ ഒരു മുക്കിലോ മൂലയിലോ നിന്ന് വലിയൊരു അത് പ്രചരണം നടത്തുക, അത് പ്രചരണമല്ല സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിൽ അതിന് അധികാരമൊന്നും വേണ്ട, എല്ലാവരുടെ അനുമതി പത്രമൊന്നും വേണ്ട. അതെല്ലായിടത്തും നടക്കുന്നു, എല്ലായിടത്തും പ്രഘോഷിക്കണം. ഞങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്, ഓരോ ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്തമാണ് അത് ക്രിസ്തുവിനെ എല്ലായിടത്തും അറിയിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈ ജനതകളെ ഇവർ ഇത്രയും വെറുക്കുന്നത്? കന്യാസ്ത്രീകളെയും മിഷണറിമാരായ വൈദികരെയും കന്യാസ്ത്രീകളെയൊക്കെ വെറുക്കുന്നത് ഇതിന് മുൻപ് അവർ ചെയ്തിട്ടുണ്ട്. ഫാദർ സ്റ്റാൻ സ്വാമിയെ മഹാരാഷ്ട്രയിലെ ജയിലിലിട്ട് കൊന്നുകളഞ്ഞു. വെള്ളം പോലും ദിവസങ്ങളായിട്ട് കൊടുക്കാതെ കൊന്നുകളഞ്ഞു. അന്ന് സഭ, എനിക്ക് അതിലൊരു പരാതിയുണ്ട്, ഇന്നുമുണ്ട്. അവരോട് അമർഷമുണ്ട് സഭ അധികാരികളുടെ. അവരാരും ഒന്നും ചെയ്തില്ല അതിന് എതിരായിട്ട്. എന്താണ് കാര്യമെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ അതുപോലെ തന്നെ ആ ഗ്രഹാം സ്റ്റേൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു, അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും. അപ്പോൾ എന്നിട്ട് ഗ്രഹാം സ്റ്റേൻ്റെ അവരെയൊക്കെ കൊന്നിട്ട് അവരോട് എന്താണ് ഗ്ലാഡീസ് അവരുടെ ഭാര്യയെ ചെയ്തത്? അവരോട് ക്ഷമിച്ചു പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അവരെ ശിക്ഷിക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതാർക്ക് കഴിയും? നിങ്ങളുടെ മതത്തിൽ ആർക്കെങ്കിലും പറ്റുമോ? വേറെ ഒരു മതത്തിൽ ഏതെങ്കിലും ഒരു മതത്തിൽ പറ്റുമോ? ഇല്ല. ക്രിസ്തു മതത്തിൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. ഇതാണ് ഇവിടെ മത്തായി 4:16, ലൂക്ക 1 സുവിശേഷം 1-ാം അധ്യായം 78-79 വാക്യത്തിലൊക്കെ പറയുന്നുണ്ട്. യേശയ്യായുടെ പ്രവചനം, പ്രവാചകൻ്റെ പ്രവചനം 9-ാം അധ്യായം 2-ാം വാക്യത്തിലൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. ഇവിടെ കൂരിരുട്ടാണ് കഴിഞ്ഞിരുന്നത്. ഇവർ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നവരാണ് ഇവിടുത്തെ ജനതകൾ. അതിൻ്റെ ഇതൊക്കെ വിവരിക്കണമെങ്കിൽ അത് ഇനി എനിക്ക് അടുത്ത ഒരു വീഡിയോയും കൂടെ ചെയ്യേണ്ടി വരും. അത് കൂരിരുട്ടിൽ കഴിഞ്ഞിരുന്നതാണ്. അന്ധകാരം എന്തോ അന്ധകാരമാണ്. ഇരുട്ടെന്ന് പറഞ്ഞത് അവരുടെ മനസ്സിലെ ആത്മാവിൽ ഇരുട്ട്, അവരുടെ മനസ്സിലെ ഇരുട്ട്. കാരണം അവർക്കൊരു പ്രത്യാശയില്ലാത്ത ജീവിതമാണ് ഈ ഗോത്രവർഗ്ഗക്കാർക്കും ആദിവാസികൾക്കും ബ്രാഹ്മണർക്കല്ലാതുള്ളവർക്കും എല്ലാം ഉണ്ടായിരുന്നത്. ഇനിയും ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും അങ്ങനെ മറ്റ് മേലക്കിടയിലുള്ള ജാതിക്കാർക്കുമൊക്കെ ഉള്ള വെളിച്ചം എന്ന് പറയുന്നതും അതും ഇരുട്ടിനെയാണ് അവർ വെളിച്ചമെന്ന് പറഞ്ഞിരുന്നത്, അവർ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ജനതകൾക്ക് ഒരു പ്രകാശം എത്തിക്കുക, അവരുടെ ഹൃദയത്തിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു മിഷണറിമാരുടെ ചുമതല. അവർ ചെയ്യുന്ന മിഷണറിമാരായിട്ട് കന്യാസ്ത്രീകളും വൈദികരും സന്യസ്തരും ഒക്കെ എത്തുന്നത്.
അങ്ങനെയുള്ള ആളാണ് സ്റ്റാൻ സ്വാമി അവരൊക്കെ ചെയ്യുന്നത്. അവരൊക്കെ ചെയ്ത കാര്യങ്ങളുടെ അല്ലാതെ അവരാരും ഒരുത്തരെയും മതം മാറ്റുന്നില്ല. ഇനി അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അതിന് ആധികാരികമായിട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അത് മതം സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. ആർക്ക് പറ്റും? ഭരണഘടനയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറ്റത്തില്ലെന്ന്. അത് ചെയ്തേ പറ്റത്തുള്ളൂ. അത് ഞങ്ങളുടെ കടമയാണ്, അത് ചെയ്യണം. ഇവിടെ അതൊന്നും ഈ ഭാഗങ്ങളിൽ നടത്തിയിട്ടില്ല. ഇതൊക്കെ വർഷങ്ങൾക്ക് മുൻപേ അവർ ക്രിസ്ത്യാനികളായവരാണ്. ഇനി ആയാലും നടക്കണം. അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവർക്ക് പ്രായപൂർത്തിയായ ഒരാൾ അവർക്ക് വിശ്വാസ ബോധ്യം വന്നു, അവരുടെ ആത്മാവിൽ മനസ്സിൽ വെളിച്ചം കയറി ആ പ്രകാശരശ്മി ഉദിച്ചു കഴിഞ്ഞപ്പോൾ ഇത് വേണം എന്ന് തോന്നിയാൽ, ഞങ്ങൾ ഇതുവരെ ഇരുട്ടിലായിരുന്നു തോന്നിയാൽ അത് ചെയ്യണം, എങ്കിലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേ. ഇവർ ചെയ്യുന്ന സേവനം, സാധാരണക്കാർക്ക് ചെയ്യുന്ന സേവനം എന്താണ്? നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ഉച്ഛിഷ്ടമായിട്ട് വലിച്ചെറിയുന്ന മനുഷ്യ ജീവിതങ്ങളെ, ഓടയിലും കുറ്റിക്കാട്ടിലും പലയിടത്തും വലിച്ചെറിയുന്ന ആ മനുഷ്യ ജീവിതങ്ങളെ, ജീവവിശ്വാസം ഉണ്ടെങ്കിൽ അവരെ എടുത്തുകൊണ്ട് പോയി അവരെ ശുശ്രൂഷിക്കുന്നു, അവരെ മനുഷ്യരാക്കി തീർക്കുന്നു. മരിക്കുകയാണെങ്കിൽ അവരുടെ മതത്തിനനുസരിച്ചുള്ള സംസ്കാരമാണ് ചെയ്യുന്നത് എല്ലായിടത്തും. അല്ലാതെ അവരെ ക്രിസ്ത്യാനികളായിട്ടല്ല ഇത് സംസ്കരിക്കുന്നതൊക്കെ. അവർക്ക് അവരുടെ മതത്തിനനുസരിച്ചുള്ള ഒരു സംസ്കാരം കൊടുക്കും. അപ്പം നിങ്ങൾ വലിച്ചെറിഞ്ഞപ്പെട്ട നിങ്ങൾ അവരെ ചാകാനെ പുഴു അരിച്ചോ വന്യ ജീവികളോ അവരെ ആഹരിച്ച് അവസാനിപ്പിക്കാനുള്ള അവരുടെ ജീവിതത്തിനായിട്ട് അവരെ വിട്ടുകൊടുത്തപ്പോൾ അവർ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, നമ്മളും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. അതുകൊണ്ട് അവരെ ആ സഹസൃഷ്ടികളെ രക്ഷിക്കണം, അവരെ മനുഷ്യരായിട്ട് കരുതണം. ഒന്നുമല്ലെങ്കിൽ അവർക്ക് ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ, മനുഷ്യത്തെയായിട്ട് ജീവിക്കാനുള്ള അവകാശം ഉണ്ട്, അതിന് കൊടുക്കണം എന്ന് പറഞ്ഞാണ് അവരെ സംരക്ഷിക്കുന്നതും ശുശ്രൂഷിക്കുന്നത്. അത് മതം മാറ്റണമെന്ന് പറയുന്നവരുടെ മനസ്സെന്ത് ചെയ്യണം? അവരുടെ മനസ്സിൽ എന്തുവാ ഉള്ളത്? ഭ്രാന്താണ്. ഭ്രാന്തല്ല, ഭ്രാന്തർക്ക് പിന്നെയും ഇത് വലിയവരെ അങ്ങനെ കൊണ്ട് പറയാനുള്ള ഒരു വാക്കുകളുണ്ട്. അത് നമുക്ക് പറയാൻ കൊള്ളത്തില്ല. പരസ്യമായിട്ട് അങ്ങനെയുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് പറ്റത്തില്ല. ഞങ്ങളെ ക്രിസ്ത്യാനികൾ ദൈവത്തെ അറിയുന്നവർക്ക് ആർക്കും അതൊന്നും പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഭീകരത ഇസ്ലാം ചെയ്താലും അവിടെ ഹിന്ദു എന്ന് നിങ്ങൾ വിളിക്കപ്പെടുന്നത്, ഇവർ ഹിന്ദു അല്ലെന്ന് 100% ഞാൻ തീർത്ത് പറയും. ആരെ തർക്കമുള്ളവർ തർക്കിക്കാൻ വരട്ടെ, നേരിട്ട് വരട്ടെ സംവാദത്തിന്. അല്ല, ഹിന്ദുക്കളാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. അവർ ചെയ്താൽ ഒരു കുഴപ്പവുമില്ല, അത് നന്മ. ഇതാണോ ഇസ്ലാമിസ്റ്റുകളാണ് ഇങ്ങനെ ആളുകളെ ഇങ്ങനെ കൊല്ലുന്നതും അവരെ ഭീഷണിപ്പെടുത്തുന്നത്, ഉപദ്രവിക്കുന്നത് എന്ന് കണ്ടാൽ അവരെ അറസ്റ്റ് ചെയ്യും, അവരെ തുറുങ്കിലടയ്ക്കും. അവർ രാജ്യദ്രോഹികളാണ്. ഇവർ ചെയ്തപ്പോൾ എന്തുകൊണ്ടത് പറ്റത്തില്ല? എല്ലാവർക്കും ഭരണഘടനയിൽ എല്ലാവർക്കും ഒരേ അവകാശവും ഒരേ അവകാശമല്ലേ ഉള്ളത്, ഒരേ നീതിന്യായ വ്യവസ്ഥയല്ലേ ഉള്ളത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരെ ആ ടെററിസ്റ്റ് ആക്ഷൻ പ്രകാരമാണ് ഇവരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടുന്നത്. ഈ സംഘടനകളെ പാടെ നിരോധിക്കുന്നുണ്ടെന്നതാണ് ഭാരതത്തിൽ. ഇവർ എല്ലായിടത്തും ഇപ്പോൾ ഇങ്ങനെ ജനജീവിതം സ്തംഭിപ്പിക്കുകയും ജനങ്ങളെ ദുസ്സഹമാക്കുകയും ജനങ്ങളെ ജീവിതം ദുസ്സഹമാക്കി മാറ്റുകയും ചെയ്യുകയാണ്. അവർക്ക് കഴിഞ്ഞ ഇരുളടഞ്ഞ ആ മാർഗത്തിലേക്ക് ഇവരെ കൊണ്ടുപോകണം. ഇവരുടെ സുഖഭോഗത്തിന് വേണ്ടി പെണ്ണുങ്ങളെയും പെൺകുട്ടികളെയും ആണുങ്ങളെയും എല്ലാവരെയും കൊണ്ടുപോകണം. അവരുടെ സുഖജീവിതം, സുഖഭോഗത്തിനുള്ള വസ്തുക്കളാണ് ഇവരെല്ലാവരും. കാരണം താഴേക്കിടയിലുള്ളവർ. ഇവരെന്തുകൊണ്ട് നന്നാക്കാൻ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? നിങ്ങളിവിടെ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു എന്ന് പറയുന്നവർ വിദേശത്ത് പോയി, അമേരിക്കയിലും UK-യിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി അവിടെ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച് അവിടെ മതപരിവർത്തനം നടത്തുന്നല്ലോ. അവിടെ ഉള്ളവർ നിങ്ങളെ വെറുതെ വിടുന്നല്ലോ, നിങ്ങളെ ആരെയും ഒന്നും ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന കാരണം എന്താ? ഈശ്വരനെ അറിയട്ടെന്നും വിചാരിച്ചാൽ. അപ്പോൾ അത് വേണമെങ്കിൽ അവിടെ വേണമെങ്കിൽ നിങ്ങളെ അവിടുന്ന് ഓടിച്ചുകൂടെ? അവിടുന്ന് പണം ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് എന്തോ ചെയ്യുകയാണ് ആ സ്വാമിമാർ നടത്തുന്ന അധിപരുമൊക്കെ, മഠങ്ങളോ ആശ്രമങ്ങളോ ക്ഷേത്രങ്ങളോ നടത്തുന്നവർ. ഒരു മനുഷ്യജീവനെ രക്ഷിക്കാനോ ഉപകാരപ്പെടുത്താനോ അവർക്ക് കഴിയുന്നുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല, ഇന്ന് വരെ ചെയ്തിട്ടില്ല, ചെയ്യത്തില്ല. ക്രിസ്ത്യാനികൾ അങ്ങനെയല്ല. ഈ മിഷണറിമാർ അവരുടെ ദേശത്ത് അവർക്കുള്ളതെല്ലാം വിറ്റ് ഇവിടെ കൊണ്ടുവന്നാണ് ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത്. അവരുടെ സമ്പാദ്യം ഈ ദേശത്താണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ജനങ്ങൾക്കാണ്, ഭാരതീയ ജനതകൾക്കാണ് ഉപകാരപ്പെട്ടിട്ടുള്ളത്.
ഞാൻ ഇനി അതിനെപ്പറ്റി വിശദീകരിക്കുന്നതിന് അടുത്ത ഒരു വീഡിയോയും കൂടെ ചെയ്യാം. കൂടുതലായിട്ട് ഞാൻ സമയം ദീർഘിപ്പിച്ച് വീഡിയോ കാണുന്നവർക്ക് സമയം കൂടുതലായിട്ട് തോന്നരുത്, ഭാരമായിട്ട് തോന്നരുത്. അതുകൊണ്ട് ഞാൻ ഇത് ഉപസംഹരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇത് തീർന്നില്ല. അടുത്തൊരു വീഡിയോയും കൂടെ ഉടൻ തന്നെ അടുത്ത് താമസിയാതെ തന്നെ ഉണ്ടാകും. അപ്പോഴത്തേക്ക് കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ ഒരു തീരുമാനവും ആകും എന്ന് തോന്നുന്നു. അതിനി ഞാൻ പറയാം. അവർക്ക് നീതി കിട്ടണമെങ്കിൽ ഞാൻ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഈ നെറിയേട് കാണിച്ചവരെയൊക്കെ, രാഷ്ട്രത്തോട് നെറിയേട് കാണിച്ചവരെ, ജനങ്ങളോട് ഞങ്ങൾ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനുഷ്യരെന്നുള്ളത് ഞങ്ങൾ സഹിക്കും, ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ സഹിക്കും. പക്ഷേ രാഷ്ട്രത്തോടും സമൂഹത്തോടും കാണിച്ച നെറിയേടിന് അവരെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കുക തന്നെ വേണം ഞാൻ ഈ പറഞ്ഞ കൂട്ടരോട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉപസംഹരിക്കാം. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളെല്ലാ കാര്യവും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പീഡനമായാലും തിന്മ ഞങ്ങൾക്ക് വന്നാലും ദോഷങ്ങൾ എത്രയൊക്കെ വന്നാലും ഞങ്ങൾ ഇത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഞങ്ങളുടെ സാധാരണയുള്ള രീതി. അത് തന്നെ ഇപ്പോഴും ചെയ്യുന്നു. ആമീൻ. ദൈവത്തിനും മഹത്വം ഉണ്ടാകട്ടെ.